ഏഴാമത്തെ 12ാമത്തെ സീനുകൾ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അച്ഛൻ ഒന്ന് കേൾക്കണം. സീനുകൾക്ക് മാറ്റമുണ്ടെന്നല്ലാതെ തന്റെ കഥയിൽ ജീവിതമില്ല, ചിന്തയില്ല. ഒരാൾക്കുള്ളതല്ലേ ഉൾപ്പെടുത്താൻ പറ്റും. ഇന്റർവെൽ വരെ അച്ഛനെ ഒന്ന് കേട്ടു. ഇതെന്നാ കഷ്ടമാ എന്റെ കർത്താവ്. ഇവിടെ വൈശാഖന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. താനിത് മറ്റേതെങ്കിലും പ്രൊഡ്യൂസർക്ക് കൊടുക്കാം. അവരും കൂടെ ഒന്ന് അനുഭവിക്കട്ടെ. എന്നതാടോ അച്ചായ, ഞാൻ ഈ പടത്തിന് വേണ്ടി ലീവ് എടുത്ത് നിൽക്കുക. ഞാൻ ഒരു നല്ല പടത്തിന് വേണ്ടി കാത്തിരിക്കുക. 5-10 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ഒരു തല്ലിപ്പൊളി കഥയ്ക്ക് ഞാൻ തലവെച്ച് കൊടുക്കുകയല്ല. ദൈവീതിന് കഥ പറയാൻ എൻ്റെ അടുത്ത് വരരുത്. വിശക്കുന്നേ, വല്ലതും കഴിച്ചേച്ചും പോ. ആരാ ആരാ അങ്ങനങ്ങ് പോയാലോ? ഈ നിൽക്കുന്ന വൈശാഖ സാർ ആരാണെന്നറിയാവോ? മിണ്ടരുത് അച്ഛാ, ഇതൊരു വട്ട് കേസാ. പെട്ടെന്ന് വിട്ടോ. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീടിന് പുറത്ത് വന്ന് അഭ്യാസം കാണിക്കരുത്. പോടോ. എന്ത് കൂവാ? അതെ, സാറിനൊരു പ്രശ്നം വരുന്നിടത്തൊക്കെ ഞാൻ വരണ്ടേ? ഒന്ന് പോടോ. അങ്ങോട്ടല്ല സാറേ, നമുക്കൊരു കാര്യം ചെയ്താലോ? ബുദ്ധി ഉറയ്ക്കാത്ത മറ്റേതെങ്കിലും നിർമ്മാതാവിനോട് ഈ കഥ പറഞ്ഞാലോ? വേണ്ട. എടാ, അച്ഛൻ്റെ കയ്യിൽ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് മനുഷ്യത്വമുണ്ട്. എന്തായാലും അച്ഛൻ വിചാരിച്ചാലേ ഞാൻ രക്ഷപ്പെടും. നിർത്തന്റെ പ്രിയദർശന പിള്ളേ. വൈശാഖ സാറ് യുഗാന്തരങ്ങളായിട്ട് അനക്കാതെ വെച്ചിരുന്ന അമൂല്യ നിധികളാവാ. സൂക്ഷിച്ചു നിക്കണേ, പാമ്പുലിയൊക്കെ കാണും അവിടെ. പറയുമ്പോ വിഷമം തോന്നരുത് കേട്ടോ. നിങ്ങളൊക്കെ സമ്മതിക്കണം. ഓരോരുത്തർ തന്ന അപേക്ഷകളാന്നേ ഇതുപോലെ കെട്ടിക്കിടക്കുന്നത്. ഇന്നത്തെ ഉച്ചറക്കം പോയി. എന്റെ നാട്ടിലെ ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരു സദാശിവം പിള്ള. കാരണം എന്നാന്നറിയോ? പ്രതീക്ഷിച്ച സമയത്ത് കാർഷിക ലോൺ പാസ്സായില്ല. ആണ്ടെ പല്ലിമുട്ട സൂക്ഷിക്കണം, പാമ്പിന്റെ മുട്ടയും കാണും. അപ്പോ സദാശിവം പിള്ള ആത്മഹത്യ ചെയ്തു. കടക്കാരെല്ലാം കൂടി വീട് വളയുന്നായപ്പോഴാ പുള്ളിക്കാരൻ കയറെടുക്കേണ്ടി വന്നതേ. ഇതുപോലൊരു ഓഫീസിൽ ഇതുപോലെ ഫയലൊക്കെ കെട്ടിവെച്ചിരുന്നോണ്ടാ പുള്ളി ആത്മഹത്യ ചെയ്തതേ. എന്ന് വെച്ചാൽ ഒരു ക്ലാർക്ക് വിചാരിച്ച ഒരാളെ കൊല്ലാനും ഒരു കുടുംബത്തെ വഴിയാധാരാക്കാനൊക്കെ പറ്റും, ഇല്ലയോ സാറേ? പിന്നെ ഈ പറഞ്ഞ സദാശിവം പിള്ള എൻ്റെ അച്ഛനാ കേട്ടോ. എന്താണോ ഇത്? വന്നപാടെ ജോലി അങ്ങ് തുടങ്ങിയായിരുന്നു. 218 പെൻഡിങ് ഫയൽ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി രജിസ്റ്ററിൽ ചേർത്തായിരുന്നു. അപ്പോൾ ഈ സെക്ഷനിൽ ഇത്രയും ജോലി ഉണ്ടായിരുന്നുള്ളൂ. എന്തേ ഇത്രയും പോരെ? ഇതിപ്പോ 2-3 ദിവസത്തിനുള്ളിൽ തീരത്തില്ലയോ? എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. സാധാരണ എല്ലാവർക്കും ആദ്യമേ ഒരു ട്രെയിനിങ് വേണം. നീ എവിടുന്ന ഈ ഫയലൊക്കെ കൈകാര്യം പഠിച്ചത്? അത് രാവിലെ റബ്ബർ വെട്ടും ഷീറ്റ് അടിക്കലൊക്കെ കഴിഞ്ഞാൽ ട്രക്കർ ഓടിക്കാൻ പോകും. നിന്റെ വർത്തമാനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും വലിച്ചു നീട്ടാതെ ഒന്ന് ചുരുക്കി പറയാവോ? സിറ്റിക്കാരെല്ലാരും ഇങ്ങനെ വാ തുറന്ന് വർത്താനൊന്നും പറയുകയില്ല. ആരെങ്കിലും വർത്താനം പറഞ്ഞു തുടങ്ങിയാ കേൾക്കാനുള്ള ക്ഷമയും കാണിക്കാല്ലോ. അതിനും വിശദീകരണം. നീ നിന്റെ സ്റ്റൈലിൽ തന്നെ സംസാരിച്ചു. ട്രക്കർ ഓടിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റിലെ പണയും കൂടി കഴിയുമ്പോഴത്തേക്കും 4 മണിയാവും. 4 മണി മുതൽ 6 മണി വരെ സൊസൈറ്റിയിലാണ്. അവിടെ ഓഫീസിൽ സുബ്രഹ്മണ്യൻ സാറിനെ സഹായിക്കും. സുബ്രഹ്മണ്യൻ സാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനേജറാ. മനസ്സിലായി. അപ്പോ അദ്ദേഹത്തെ സഹായിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ശമ്പളമൊക്കെ കിട്ടുവേ. ശമ്പളം എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സാറിനെ സഹായിക്കും. അവിടുന്ന് കണ്ടിരിക്കും. അവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചേ. ഇത്രയും ചെയ്യുന്നതിനാലോ സർക്കാർ ഇത്രയും ശമ്പളമൊക്കെ തരുന്നത്? മതി അതൊക്കെ പോട്ടെ. നിന്റെ താമസം എന്തായി? താമസം സ്വാതി ലോഡ്ജിന് നമ്മുടെ ഡ്രൈവർ വാസുവേട്ടനാ ശരിയാക്കി തന്നെ. അവിടെ താമസിക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ഭയങ്കര
എനിക്ക് കുറച്ച് ജോലിയുണ്ട്, നീ ചെല്ല്. ബാക്കി പിന്നെ പറയാം. ബോറടിച്ചായിരുന്നോ? ഇല്ല. ആരാ? അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യോ? എന്റെ റൂമിൽ കടന്നു വന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്ന്. നീ ആരാ? ഞാൻ പ്രിയൻ. ആർക്ക് പ്രിയൻ? അല്ല പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ താമസിക്കാൻ വന്ന. ഓ, എന്റെ റൂം ഷെയർ ചെയ്യാൻ വന്നാണ്. വാസു വിളിച്ച് പറഞ്ഞിരുന്നു. ആഹാ, അടുക്കള സമയത്താണ് നാട്ടിൽ നിന്ന് വന്നത്. ഓക്കെ പ്രിയ, ഞാൻ കണ്ണപ്പൻ, സീനിയർ സൂപ്രണ്ട്, വകുപ്പ് തൊഴിൽ. പറഞ്ഞായിരുന്നു. ചേട്ടായിക്ക് കഞ്ഞിയും തോരനും പപ്പടമൊക്കെ എടുക്കട്ടോ? നോ നോ നോ, പപ്പടക്ക് കഴിക്കാൻ പറ്റൂല. വെളിച്ചെണ്ണേ, കൊളസ്ട്രോള് 300 കഴിഞ്ഞു. കഞ്ഞി പാടില്ല, ഷുഗറാ. അച്ചാറും പറ്റില്ല, BP ഉള്ളതാണേ. ഇതാണ് ഇപ്പോഴത്തെ എന്റെ മെനു. ഒരു ശരാശരി മലയാളിക്ക് ഇപ്പൊ നേരെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ? കല്യാണ സദ്യക്ക് ആക്രാന്തത്തോടെ തള്ളിക്കയറും. എന്തിനാ ഓരോന്ന് വിളമ്പുമ്പോ വേണ്ട വേണ്ട എന്ന് പറയാനാ? അസുഖമാണേ. അപ്പോ ചേട്ടായി ഒന്നും കഴിക്കാറില്ലയോ? ഒന്നും കഴിക്കാതിരിക്കാനും പറ്റില്ല, അൾസർ അടിക്കും. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ഇതും കഴിക്കും. അപ്പോ കല്യാണം കഴിച്ചാന്നോ? അതും കഴിച്ചിട്ടില്ല. ഇതൊന്ന് കഴിച്ചോട്ടെ. കല്യാണക്കാരും പറയുമ്പോ പ്രഷർ കൂടും. ലേബർ വകുപ്പിൽ LDC ആയി കയറിയപ്പോ വിവാഹാലോചനകൾ വന്നതാ. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ്. 50 പവനും വീട് കാറും ഓഫർ വന്നു. അപ്പൊ എന്റെ അമ്മ മക്കളെ കണ്ണപ്പ, LD ക്ലാർക്കിന് ഇത്രയും റേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് UD ക്ലാർക്ക് ആയാൽ നല്ല ഓഫർ വരില്ലെന്ന് ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തു. വയസ്സ് 35, UDC ആയി ആലോചന വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, മക്കളെ കണ്ണപ്പ ഹെഡ് ക്ലാർക്ക് ആയിട്ട് പോരെയെന്ന്. വെയിറ്റ് ചെയ്തു. 40-ാം വയസ്സിൽ ഹെഡ് ക്ലാർക്കായി, 45 ജൂനിയർ സൂപ്രണ്ട്, 50 സീനിയർ സൂപ്രണ്ട്, ഇപ്പൊ 52 നടപ്പ്. അമ്മ പറയുന്നതേ 54 AEOവും. അപ്പൊ നല്ല സ്വീകരണം കിട്ടുമെന്നാ. ജാതകത്തിൽ കാണുന്നത് അമ്മ അടുത്ത വർഷം നാട് നീങ്ങുന്ന. അങ്ങനെയാണെങ്കിൽ റിട്ടയറിന് മുമ്പ് ഞാൻ കെട്ട് കെട്ടും. അതിരിക്കട്ടെ, നിന്റെ കെട്ട് കഴിഞ്ഞോ? അതോ പുററിഞ്ഞ് നിൽക്കുകയാണോ? അമ്മയുണ്ടെങ്കിൽ ആദ്യം തട്ട്, എന്നിട്ട് സ്ത്രീധനം വാങ്ങി ഒരുത്തിയെ കെട്ട്. സുന്ദരിയും സുശീലിയുമായ ഒരുത്തിയെ നോക്കടോ. എനിക്ക് സന്തോഷം ഒന്നും അറിഞ്ഞിട്ടില്ലാത്തൊരു പെങ്കൊച്ചിനെ മതിയെന്നേ. എങ്ങനെ സന്തോഷം? സന്തോഷം അറിയാത്ത പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ അത് എന്നാ പറയണ്ടേ? എന്നെ കൂടി ആയിരിക്കണം അവളെല്ലാ സന്തോഷങ്ങളും അറിയേണ്ടത്. കുറച്ച് കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെ വളരുന്ന പെങ്കൊച്ചായിരിക്കണം. അങ്ങനെയുള്ളൊരു പെങ്കൊച്ചിന് ജീവിതം കൊടുക്കുമ്പോൾ അതൊരു സുഖം. ഇതൊരു അസുഖ, ഗുളിക വിഴുങ്ങണം എന്ന് വെച്ച് കാശുകാരി പെൺപിള്ളേർ മോശമൊന്നല്ല കേട്ടോ. എനിക്ക് ശരിയാകുകയല്ല, അത്രേ ഉള്ളൂ. ഞാൻ വാങ്ങുന്ന ശമ്പളം അല്പം മിച്ചം പിടിച്ചൊക്കെ ചിലവാക്കുന്നവളായിരിക്കണം എൻ്റെ ഭാര്യ. ആഴ്ചയിലൊരിക്കൽ അവളുമായിട്ട് എനിക്ക് തോനക്കാടി ചന്തയിലൊക്കെ ഒന്ന് പോകണം. എൻ്റെ കാശുകൊണ്ട് അവൾക്ക് വളയും മാലയൊക്കെ മേടിച്ചു കൊടുക്കണം. ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം അവൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ. എങ്ങനെ? ഭാഗ്യം പിറന്നൊരു പെൺകുട്ടി നിനക്ക് വേണ്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. ഭയങ്കര ഒച്ചയുണ്ടല്ലയോ? ഇത് മൊത്തം ഇളകിയിരിക്കുക. ഉറപ്പിച്ചില്ലേ താഴെ പോരും. അതാ പിടുത്തം വിട്ടു പോയതാ. ഞങ്ങള് ഹൈറേഞ്ചുകാർക്ക് ഇതൊക്കെ ഒരു പതിവാ. റബ്ബറേന്ന് പാറേന്നൊക്കെ ദിവസം വീഴ്ചയാ. അടെ 3 വർഷം മുമ്പ് എവിടെ? അടെ 3 വർഷം മുമ്പ് ട്രക്കറേന്ന് വീണതാ. നമ്മുടെ സാബാഷിന്റെ വീടിന്റെ മുന്നേ വെച്ച് മാർക്കറ്റിലോട്ട് ലോഡും കൊണ്ട് പോവായിരുന്നു. ഒരു കോഴി വട്ടം ചാടിയെന്നേ. ഒറ്റ വെട്ടിയിലായിരുന്നു. ആണ്ട താഴെ കിടക്കുന്നു.
ഇപ്പൊ വീണ് ശരീരത്തിന് ഒരു ബലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചെറിയ അപകടങ്ങളൊക്കെ വന്നാലും നേരിടാനുള്ള ശക്തിയൊക്കെ ആയിന്നേ. പല്ല് വെച്ചായിരുന്നോ? ആ കൊച്ചേ, അവിടുത്തെ ജോലിക്കാരിയാണോ? അതെ. തോന്നിയായിരുന്നു. എവിടെ വീട് എവിടാ? എന്റെ വീടൊക്കെ തൊടുപുഴയില് തോനക്കാടാ. കൊച്ചിന്റെ വീട് എവിടാ? ഒറ്റപ്പാലം. ഒറ്റപ്പാലം കേട്ടിട്ടുള്ളൂ. അച്ഛനായി വാ, കൂലിപ്പണിയാന്നോ? അച്ഛനില്ല, അമ്മയെ ഉപേക്ഷിച്ചു പോയി. ഞങ്ങളിപ്പോ വല്ലാത്ത കഷ്ടത്തിലാ. ആ നന്നായി. എന്താ? അല്ല, എന്റെ അമ്മ എപ്പോഴും പറയുവേ തള്ളത്ത് നിന്നാ വളരുകയില്ലാന്ന്. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ കിട്ടുന്ന ചെറിയ സുഖം ഉണ്ടല്ലോ, അത് വലിയ സന്തോഷമാണ്. നേരെ മറിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടല്ലോ, എത്ര കിട്ടിയാലും തൃപ്തി വരികയല്ല. ഇവിടുത്തെ സാറിന്റെ മോളാ. ആണോ? കൊച്ചനായി വാ. എടാ പ്രിയ, ഞാൻ ഇറങ്ങുവാണേ. ആ ഞാൻ വരുവാ. എന്നെ വിളിക്കുന്നു. ചായ കുടിച്ചായിരുന്നോ? ആ കാണാൻ കേട്ടോ. ഒന്ന് വാടാ. ഓ വരുന്നേ. ആരത്? അയ്യോ, ഒരു വാചകം പറയേണ്ട സ്ഥലത്ത് 9 വാചകം പറയുന്ന ആളാ. പ്രിയൻ ഫ്രം തോന്നക്കാട്, തൊടുപുഴ. അല്ല, ഈ വാചകാടി പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ ഉള്ളോ അതോ സ്ഥിര സ്വഭാവമാണോന്ന് എന്റെ സംശയം. വാ, എന്നെ കണ്ട ജോലിക്കാരിയാണെന്ന് പറയോ? എന്താ? അയാൾ എന്റെ അടുത്ത് ചോദിക്കാ ഞാനിവിടുത്തെ ജോലിക്കാരിയാണോന്ന്. ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. വരട്ടെ. നിന്റെ ഈ കോലം കണ്ട ആർക്കും അങ്ങനെ തോന്നും. നടക്ക്, അങ്കിൾ അന്വേഷിക്കുന്നുണ്ട്.